ഉന്നതമായ സമയത്തിനാണ് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തിൽ കൂടി വന്ന കർത്താവിന്റെ സ്തോത്രം. പ്രിയ സിജോന്റെയും വിവാഹത്തോടുള്ള ബന്ധത്തില് ഞങ്ങൾക്ക് കടന്നു പോകാൻ കർത്താവ് കൃപയാക്കിയല്ലോ, അതിനായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. അവരെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമായ വചനത്തിന്റെ ദൂത് അവരുടെ ദാസന്മാരെ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാണ്ടക്കണം. സ്വർഗത്തിലെ ദൈവം കരങ്ങളാൽ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചതോർത്ത് സ്തുതിക്കുന്നു. തുറന്നുള്ള ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുകയും തുറന്ന സ്വർഗത്തിന് കീഴായി പന്തിയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ വിളിച്ചുപോട്ടെ പ്രിയപിതാവേ. വെളപ്പായ വില്ലേജിൽ വെളപ്പായ കരയിൽ മണ്ടുമ്പാൽ വീട്ടിൽ ശ്രീമാൻ MC ജോസിൻ്റെയും ശ്രീമതി സിസിലി ജോസിൻ്റെയും മകൻ സിജോയും, എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചേരാനല്ലൂർ വില്ലേജിൽ വടുതല കരയിൽ വടക്കേ തലയ്ക്കൽ വീട്ടിൽ ശ്രീമാൻ VK കാക്കുമോൻ്റെയും ശ്രീമതി സൂസി കാക്കുമോൻ്റെയും മകൾ മെറിനും തമ്മിലുള്ളതായ വിവാഹമാണല്ലോ ഇന്ന് നടക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സഭാവിശ്വാസികളും ഒരുമിച്ച് കൂടിച്ചേർന്ന് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയിക്കുകയും നിശ്ചയ ഉടമ്പടി കത്തുമൂലം കൈമാറുകയും ചെയ്തതിനാൽ ഈ വിവാഹത്തിന് ന്യായമായ യാതൊരു തടസ്സവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സിജോയ്ക്കും മെറിനും പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. സദസ്സിനോട് തടസ്സമൊന്നുമില്ല എന്ന് ഞാൻ ഗ്രഹിപ്പിച്ചു കഴിഞ്ഞു. കണ്ടാലും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുമായിരിക്കുന്നു. നിങ്ങളുടെ ഇതപര്യന്തമുള്ള ജീവിതത്തിൽ, പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും നിങ്ങൾ പരസ്പരം വിവാഹിതരാകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ വെളിപ്പെടുത്താവുന്നതാണ്. നിങ്ങളും മൗനമായിരിക്കുന്നത് കൊണ്ട് വിവാഹത്തിന് തടസ്സമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഇനി മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ എന്നുള്ള പാട്ട് ഗായക സംഘം പാടുന്നു. മകനം ശോഭിക്കുവാൻ കരുണ ചെയ്യ എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യ എന്നും കനിവുള്ള ദൈവമേ. സിജോയോട് ചോദിക്കട്ടെ, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയായ മെറിനെ നിന്റെ ജീവിതത്തിൽ ആജീവനാന്ത ഭാര്യയായി അംഗീകരിപ്പാനും സ്വീകരിപ്പാനും നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മെറിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന പുരുഷനായ സിജോയെ നിന്റെ ജീവിതത്തിൽ ആജീവനാന്ത ഭർത്താവായി അംഗീകരിപ്പാനും സ്വീകരിപ്പാനും നിനക്ക് സമ്മതമാണോ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിവാഹിതരാകുവാൻ സമ്മതിച്ചിരിക്കാൻ ആ സമ്മതത്തിൻ്റെ പരസ്യമായ അടയാളമായി ലക്ഷ്യമായി നിങ്ങളുടെ വലതു കരങ്ങൾ തമ്മിൽ കൊടുക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ തമ്മിൽ വിവാഹിതരാകുവാൻ സമ്മതം രേഖപ്പെടുത്തുകയും അതിൻ്റെ പരസ്യമായ അടയാളമായി തങ്ങളുടെ വലതു കാലങ്ങൾ തമ്മിൽ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
ഇപ്പോൾ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ ഒരു ശുശ്രൂഷയിൽ നാം പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞ നടത്താൻ, പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും മുമ്പാകെ അവർ പ്രതിജ്ഞ എടുക്കുമ്പോൾ സഭ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും മാത്രമല്ല അതിനോടുള്ളതായ ബഹുമാന സൂചകമായി സഭ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യണമേ എന്ന് ഒരപേക്ഷയായി പറയുന്നു. മെറിൻ എന്ന നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചതിൻ്റെ ലക്ഷ്യമായി ഇതാ എൻ്റെ കൈ തരുന്നു. ഇന്ന് മുതൽ ഞാൻ നിന്റേതും നീ എൻ്റെ, നാം ഇരുവരും ഒന്നായി ദൈവത്തിൻ്റെതുമായിരിക്കും. എനിക്കുള്ള സകലത്തിനും നീ അവകാശിയായിരിക്കും. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും മരണം വേർതിരിക്കുന്നത് വരെ നിന്നെ മാത്രം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും പോറ്റി പുലർത്തി നിന്നോടുകൂടെ ജീവിച്ചുകൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും ദൈവസഭയുടെ മുമ്പാകെ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇനി ഞാൻ പറയുന്നത് മെറിനെടുത്ത് പറയുക. സിജോ എന്ന അങ്ങയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന്റെ ലക്ഷ്യമായി ഇതാ എൻ്റെ കൈ തരുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടേതും നിങ്ങൾ എൻ്റേതും നാം ഇരുവരും ഒന്നായി ദൈവത്തിൻ്റെതുമായിരിക്കും. നിങ്ങളുടെ ദൈവം എൻ്റെ ദൈവവും നിങ്ങളുടെ ജനം എൻ്റെ ജനവും നിങ്ങളുടെ ഭവനം എൻ്റെ ഭവനവും ആയിരിക്കും. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വേർതിരിക്കുന്നത് വരെ നിങ്ങളെ മാത്രം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും നിങ്ങളോട് കൂടെ ജീവിച്ചുകൊള്ളാമെന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ദൈവസഭയുടെ മുമ്പാകെ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ സ്വത്പുരം ഈ കരാറിന് സാക്ഷി നിൽക്കും എൻ മനമ എന്നുള്ള പാട്ട് നായക സംഘം പാടുന്നത്. സാക്ഷി നിൽക്കും സ്വർഗസ്ഥനീ ദമ്പതികൾ ആശീർവാദം നേടിയിടട്ടെ. സ്വർഗസ്ഥനീ ദമ്പതികൾ ദൈവം സംയോജിപ്പിച്ച നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവം തന്നെ ദൃശ്യമായ കരഞ്ഞേറ്റി പ്രിയ കുഞ്ഞുങ്ങളെ ഒരു ദേഹമാക്കി തീർത്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ നിഴലായ കുടുംബജീവൻ നയിക്കുവാൻ ദൈവം അവർക്ക് ഇടയാക്കട്ടെ. ആദാമിനോടുകൂടെ ഹവ്വായെയും അബ്രഹാമിനോടുകൂടെ സാറായെയും ഇസാക്കിനോടുകൂടെ റിബേക്കയെയും യാക്കോബിനോടുകൂടെ റാഹേലിനെയും മോശയോടുകൂടെ സിപ്പോറയെയും അഖിലാനോടുകൂടെ പ്രിസ്കില്ലയെയും സംയോജിപ്പിച്ച് അനുഗ്രഹിക്കനായ ദൈവം ഈ പ്രിയ കുഞ്ഞുങ്ങളെയും തമ്മിൽ സംയോജിപ്പിച്ച് അനുഗ്രഹിക്കേണ്ടതിനുമായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ദൈവമേ, അടിയങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയെ വീണ്ടും വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീ പ്രിയ മെറിനെയും സിജോയെയും തമ്മിൽ യോജിപ്പിച്ച് ഒരു ദേഹമാക്കി തീർത്തതിനായി നന്ദിയോടെ സ്തോത്രം. ഉത്തമനായ ഒരു ഭർത്താവിന്റെ
എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്നും പ്രിയ സിജോയ്ക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തമയായ ഒരു ഭാര്യയുടെ എല്ലാ ചുമതലകളും കൃത്യമായി നിർവഹിക്കാനുള്ള വിശേഷ ബുദ്ധിയും ഉയരത്തിലെ കൃപകളും നിന്റെ മകൾ മെറിനും നൽകി അനുഗ്രഹിക്കുവാനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നിലയിലും സമ്പത്തുകൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഭൗതികമായ സമ്പത്ത്, ആത്മീയമായ അനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളെ അവർക്ക് നൽകി അങ്ങനെയുള്ള സമ്പത്ത്, എല്ലാ സമ്പത്തുകളും നൽകി അവരെ അനുഗ്രഹിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. യോബിന്റെ വീടിന് ചുറ്റും അവിടുന്ന് വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ അവിടുത്തെ രക്തവളപ്പിനുള്ളിൽ പ്രിയ കുടുംബത്തെ അവിടുന്ന് കാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ബാധയും ദോഷവും അനർത്ഥവും ഈ കുഞ്ഞുങ്ങളുടെ കൂടാരത്തിന് അടുക്കുവാൻ സമ്മതിക്കാത്ത നിലയിൽ രക്തവളപ്പിൽ പൊതിയണമേ. ആരാധനകളൊന്നും മുടക്കാതെ കർത്താവെ എല്ലാ കുടിവരവുകളും കൃത്യമായി സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് യോജിപ്പിച്ചനായ സ്തോത്രം. ഒരു ശരീരമാക്കി തീർത്തനായ സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്കും തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നതുപോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നിൽ നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ഇടത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈവച്ചവരെ അബ്രഹാം സറായും റബേക്കയും യാക്കോബിനെയും പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിച്ചോൾ ദൈവമായി കുഞ്ഞുങ്ങളുടെ ദൈവമക്കളോടുകൂടി ആവശ്യമുള്ള ദൈവത്തിന്റെ ഇരുടും മറ്റനും കേട്ടല്ല പ്രിയപ്പെട്ടവർക്കും ശുശ്രൂഷിക്കുന്ന വിശുദ്ധന്മാർക്കും ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കേട്ടവരുമാകുവാൻ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് കർത്താവിന്റെ മുന്നോട്ടിയായി തീരുവാൻ കൃപ നൽകണം. അത് നിഴലായും പൊരുളായും സംഭവത്തിന് മുമ്പിൽ ഞങ്ങളെ കീഴ്പ്പെടുവാൻ കൃപ നൽകുന്ന നാമത്തെ മഹത്വപ്പെടുന്നതാണ്. സകല നന്മകൾക്കായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. വിലയേറിയ നാമത്തിൽ തന്നെ ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ. സ്വയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ഏകനാകും സ്നേഹസ്വരൂപിയെന്നും ഏകനാകും സ്നേഹസ്വരൂപിയെന്നും ഏകത്തെ മംഗളങ്ങൾ മേലെയായി വാഴ്ത്തുവിൻ
മണ്ടുംപാൽ വീട്ടിൽ ശ്രീമാൻ MC ജോസിൻ്റെയും ശ്രീമതി സിസിലി ജോസിൻ്റെയും മകൻ സിജോയും, എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചേരാനല്ലൂർ വില്ലേജിൽ വടുതല കരയിൽ വടക്കേ തലയ്ക്കൽ വീട്ടിൽ ശ്രീമാൻ VK കാക്കുമോൻ്റെയും ശ്രീമതി സൂസി കാക്കുമോൻ്റെയും മകൾ മെറിനും തമ്മിൽ ദൈവസഭയിൽ വെച്ച് നടന്നതായ വിശുദ്ധ വിവാഹ ബന്ധത്താൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ ഇപ്പോൾ സഭയിൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രമാണങ്ങൾ അനുസരിക്കാതെയുള്ളവരോ ഒരു ജീവിതം നയിച്ചാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. വചനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ വചനത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ളതായ ഒരു കുടുംബജീവിതം നയിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. സഭയോടും പറയട്ടെ, നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷികളാണല്ലോ. ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തു എന്ന മണവാളൻ്റെ മണവാട്ടി എന്ന തസ്തികയിലേക്ക്, ആ പദവിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷമായിട്ട് ദമ്പതിമാർ രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. ഓരോ ഭാഗത്തു നിന്നും സിജോയുടെ ഭാഗത്തു നിന്നും മെറിൻ്റെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ കടന്നു വന്ന് ഒടുവിലായി ആശീർവാദം പറഞ്ഞ് ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്.